വെൽക്കം ടു പ്രവാസി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ശേഷം എങ്ങനെ ഇ പിൻ റിക്വസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പിൻ വാലറ്റ് എടുക്കുക, ഇ പിൻ റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇ പിൻ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു ബോക്സിലേക്ക് പോകും. അങ്ങനെ പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക. IMPS ആണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുക. എമൗണ്ട് അടിച്ചു കൊടുക്കുക. 5000 ആണ് നമ്മൾ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. ഡെപ്പോസിറ്റ് ചെയ്ത ബാങ്ക് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഇതിൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യണം. പിന്നീട് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കണം. നിങ്ങളുടെ മൊബൈൽ നമ്പർ അത് മാൻഡേറ്ററി ആണ്, അത് അടിച്ചു കൊടുക്കണം. പിന്നെ UTR റെഫറൻസ് നമ്പർ, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ ഒരു നമ്പർ ഉണ്ടാവും, ആ നമ്പർ ഇതിൽ അടിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. പിന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. 5000-ൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ 5000-ൻ്റെ പ്രൊഡക്റ്റ് എത്രണ്ണം നിങ്ങൾക്ക് വേണം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പിൻ റിക്വസ്റ്റ് പോകും കമ്പനിയിലേക്ക്. പിൻ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടീം വ്യൂ എടുക്കുക. അതിൽ ജീനിയോളജി എന്ന ബട്ടൺ ഉണ്ട്, അത് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ ഡൗൺലൈനെ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ ചെന്നിട്ട് ആഡ് ഹെർ എന്നുള്ള ബട്ടൺ അമർത്തുക. ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ വേറൊരു ബോക്സിലേക്ക് പോകും, ഒരു രജിസ്ട്രേഷൻ ബോക്സിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ വ്യക്തിയുടെ നെയിം, അതായത് ഡൗൺലൈനിൻ്റെ നെയിം അടിച്ചു കൊടുക്കുക. മെയിലാണോ ഫീമെയിലാണോ സെലക്ട് ചെയ്യുക. മൊബൈൽ നമ്പർ മാൻഡേറ്ററി ആണ്, മൊബൈലിൽ അടിച്ചു കൊടുക്കണം. ഈ റെഡ് ബട്ടൺ കാണുന്നൊക്കെ മാൻഡേറ്ററി ആണ്. പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. എവിടെ എന്തുണ്ടാവും, നിങ്ങൾ പിന്നെ അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ വന്ന് നിൽക്കുന്നുണ്ടാകും ഈ പ്രൊഡക്റ്റിൻ്റെ സ്ഥലത്ത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. പിന്നെ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി പ്ലേസ്മെൻറ്റ് ID അവിടെ ഉണ്ടാകും. പിന്നെ സ്പോൺസർ ID നിങ്ങൾ അടിച്ചു കൊടുക്കണം. ആർക്കാണോ ഡയറക്റ്റ് റെഫറൽ കിട്ടേണ്ടത് ആ ഡയറക്റ്റ് റെഫറൽ കിട്ടേണ്ട വ്യക്തിയുടെ സ്പോൺസർ ID ഇവിടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ നെയിം ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്തിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. അതിനുശേഷം നിങ്ങൾ പിന്നെ നമുക്ക് അടിക്കേണ്ടത് പാൻ നമ്പറാണ്. പാൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാൻ നമ്പറൊന്നും തെറ്റാനേ പാടില്ല, അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡൗൺലൈൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നേരെ അടിയിലോട്ട് പോന്നിട്ട് IFSC കോഡ് അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഡൗൺലൈൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ IFSC കോഡ് ഇതൊരിക്കലും തെറ്റാൻ പാടില്ല, ഇത് അടിച്ചു കൊടുക്കുക കറക്റ്റ്ലി. അത് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്റ്റ് ആവും, അതായത് അത് കണ്ടുപിടിക്കും എവിടുത്തെ ബാങ്കാണെന്നുള്ളത്. അപ്പോൾ കാനറ ബാങ്ക് കമ്മം കണ്ടു. പിന്നെ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ അക്കൗണ്ട് നമ്പർ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമുക്ക് അധികം പണിയൊന്നുമില്ല, ജസ്റ്റ് ആ സേവ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ നമ്മളുടെ പ്ലേസ്മെൻറ്റ് കഴിഞ്ഞു. നമ്മൾ ഡൗൺലൈനിൽ രജിസ്റ്റർ ആയി. അവരുടെ മൊബൈലിലേക്ക് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ മെസ്സേജും പോകും.